അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ ശ്രദ്ധ തിരിച്ച് പാവങ്ങളുടെ മുമ്പിൽ പോയി ഓരോരോ കാര്യം പറഞ്ഞ് അവരുടെ വോട്ട് നേടി എലക്ഷൻ കഴിഞ്ഞിട്ട് കയ്യും വിട്ട് വഞ്ചിക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഇതൊരു മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് പാർട്ടിയാണ് 1970s 80s ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് എത്രയോ കൊല്ലം ഭരിച്ചത്. ഗരീബി എവിടെയും പോയില്ല. കോൺഗ്രസിന്റെ അടുത്തുള്ള ബിസിനസ്മാനിന്റെ കാശും അവരുടെ വെൽത്ത് വർദ്ധിച്ചു. അപ്പോ ഇതൊരു പഴയ രീതിയാണ് കോൺഗ്രസിന്റെ. പാവങ്ങളെ പറ്റിക്കുക, പൊട്ടന്മാരാക്കുക, എന്തെങ്കിലും പറയാം ഇലക്ഷൻ സമയത്ത്. പക്ഷേ കർണാടകയിൽ നടന്നു, തെലങ്കാനയിൽ നടന്നു, ഹിമാചൽ പ്രദേശിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ഇലക്ഷൻ അത് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നുണയാണ്. ഇതിലേക്ക് ഒരു ആത്മാർത്ഥമായ സത്യസന്ധയോടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല മാത്രമല്ല ഇത് കഴിയില്ല. അത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പോയിന്റ് ഇതിനെ കുറിച്ച് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ എലക്ഷൻ ഈ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ എലക്ഷനെ കുറിച്ചാണ്. ഇത് മഹാരാഷ്ട്രയല്ല, ഇത് മറ്റ് ഒരു ഇക്കണോമിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് അല്ല. ഇന്ന് ഈ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും. ഇന്ന്